ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് അടൂർ. ഇടത്തേക്കും വലത്തേക്കും പലവട്ടം മാറി ചിന്തിച്ചിട്ടുള്ള മണ്ഡലത്തിന്റെ മനസ്സിൽ എന്താണെന്നത് പ്രവചനാതീതമാണ്. കഴിഞ്ഞ 3 കൊല്ലമായി ഇടതുമുന്നണിക്കൊപ്പമുള്ള മണ്ഡലമാണ് അടൂർ. ഇവിടെ തിരിച്ചുവരവിനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതേസമയം അടൂർ ഇക്കുറി മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA. സംവരണ മണ്ഡലമായ അടൂരിന്റെ മനസ്സിൽ ഇതിപ്പ് എന്താകും? വലത്തോട്ടും ഇടത്തോട്ടും വഴങ്ങിയിട്ടുള്ള മണ്ഡലത്തിൽ ഇത്തവണ പലകുറി പറഞ്ഞു കേട്ട പേരാണ് കോൺഗ്രസ് നേതാവ് പരേതനായ MG കണ്ണന്റേത്. സംവരണ മണ്ഡലമായതു മുതൽ ഇടതിനോട് മാത്രം അടുപ്പം പുലർത്തുന്ന അടൂർ, എന്നാൽ ഇടതിന് സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്ന മണ്ഡലത്തിൽ രാഷ്ട്രീയ സൗഭാഗ്യം ഇത്തവണ ആർക്കാകും? കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുന്നംഗം പ്രജി കണ്ണൻ ഇടത് സ്ഥാനാർത്ഥി. കോന്നി അരിവാപ്പുലം ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CB ശാന്തകുമാറാണ് UDF പ്രതിനിധി. മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള പന്തളം പ്രതാപനെ ഒരു തവണ കൂടി പരീക്ഷിക്കുകയാണ് NDA. പ്രചാരണ രംഗത്ത് ആദ്യമിറങ്ങിയത് പ്രജി കണ്ണൻ, ഒടുവിലെത്തിയത് പന്തളം പ്രതാപനും. പ്രചാരണത്തിൽ മുന്നിൽ ഇടതുമുന്നണി തന്നെ. ചിറ്റയം ഗോപകുമാർ 3 തവണ പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ വികസന തുടർച്ചയ്ക്കാണ് LDF വോട്ട് നേടുന്നത്. അടിസ്ഥാന സൗകര്യ വികസനമായി ഇടതിന് ചൂണ്ടിക്കാട്ടാൻ നേട്ടങ്ങളുണ്ട് ഇവിടെ. പ്രജി കണ്ണൻ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പോരാട്ട ഭൂമിയിലൂടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സമരതീഷ്ണമായ ഇടത് സ്ഥാനാർത്ഥിയുടെ പേരിൽ വന്ന മറിമായമാണ് അടൂരിനെ കുറി ആദ്യം വാർത്തയിൽ ചേർത്തത്. 2021 അടൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന പിന്നീട് മരണമടഞ്ഞ MG കണ്ണനോടുള്ള സഹതാപം രാഷ്ട്രീയ ഗുണമാക്കാനുള്ള കൗശലം തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ പേരിൽ തെളിഞ്ഞതെന്ന ആക്ഷേപം ശക്തമാണ്. പ്രജി ശശിധരൻ എന്നായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയുടെ പേര്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും 4 മാസം മുമ്പ് കരീപ്ര പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ചപ്പോഴും പേരിൽ മാറ്റമുണ്ടായില്ല. അടൂരിലെ സ്ഥാനാർത്ഥിയെ CPI പ്രഖ്യാപിച്ചപ്പോഴും പേര് പ്രജി ശശിധരൻ എന്നായിരുന്നു. എന്നാൽ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ പേരിനൊപ്പം ഭർത്താവിന്റെ നാമം കൂടി ചേർക്കപ്പെട്ടു. അവർ പറയുന്നത് പേര് കണ്ണൻ എന്നുള്ള പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വന്നിറങ്ങിയ ദിവസം തൊട്ട് തന്നെ എൻ്റെ ഭർത്താവിനെ എടുത്തു നിർത്തി ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തിന് മറുപടി പറഞ്ഞത്. അതിനകത്ത് ഇനിയും ആ പേരുമായി ബന്ധപ്പെട്ട വിവാദം കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അത്തരത്തിലുള്ള സംശയങ്ങളുടെ ആവശ്യമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് കണ്ണൻ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സ്വീകരിക്കാമല്ലോ. അപ്പോൾ അതിനകത്ത് ഇനി മറ്റ് വിവാദങ്ങളിലേക്ക് മറ്റ് സംശയങ്ങളിലേക്കൊന്നും ആർക്കും നമ്മുടെ അടൂരിലെ ജനതയ്ക്കെല്ലാം അറിയാം ഇപ്പം ആരാണ് കണ്ണൻ എന്നുള്ളത്. അതുകൊണ്ട് അതിനെപ്പറ്റി അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ പറ്റി ഇനി അതുമായി ബന്ധപ്പെട്ട സംസാരത്തിലേക്ക് കടക്കേണ്ട കാര്യമില്ല. 2014 ചിറ്റയം ഗോപകുമാറിന് 25,460 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അടൂരിലുണ്ടായിരുന്നത്. MG കണ്ണൻ UDF സ്ഥാനാർത്ഥിയായ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 2,919 കുറഞ്ഞു. ഇടതുമുന്നേറ്റത്തെ വലിയ തോതിൽ ചെറുക്കാൻ കഴിഞ്ഞ MG കണ്ണൻ 1 വർഷം മുമ്പ് മരണമടഞ്ഞു. അകാലത്തിലുള്ള മരണത്തോടെ രൂപപ്പെട്ട വൈകാരികത ചൂഷണം ചെയ്യാനുള്ള ദുഷ്ടലാക്കാണ് ഇടതു നീക്കങ്ങളിൽ UDF സംശയിക്കുന്നത്. വോട്ടർമാർക്കിടയിലെ തെറ്റിദ്ധാരണ മറികടക്കാൻ രാഹുൽ ഗാന്ധി എത്തിയ വേദിയിൽ MG കണ്ണന്റെ ഭാര്യയെയും മക്കളെയും എത്തിക്കുകയും ചെയ്തു. ഇവിടെ എല്ലാ പ്രദേശങ്ങളിലും പോകുമ്പം കണ്ണൻ മത്സരിച്ചപ്പോഴുണ്ടായ കണ്ണൻ്റെ പ്രചരണവും ഇപ്പോഴുണ്ടാവുന്ന പ്രചരണവും തമ്മിൽ ജനങ്ങളിൽ ഒരു വൈകാരിക ബന്ധം കണ്ണനോട് നിലനിൽക്കുന്നുണ്ട്. പലരും കണ്ണനോട് സമാനത ഉൾക്കൊണ്ട് തന്നെ പോകുന്നുണ്ട്. കൺവെൻഷനിൽ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ കണ്ണൻ്റെ അച്ഛനെ ക്ഷണിച്ചു. അച്ഛൻ കൺവെൻഷൻ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നപ്പോഴും കണ്ണൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ആ വേദിയിലേക്ക് വന്നിരുന്നു. കണ്ണൻ കോൺഗ്രസ് കുടുംബാംഗമാണ്. കണ്ണൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായി മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരെ വിജയിപ്പിച്ചു വരുന്ന അടൂർ ഇക്കുറി മാറി ചിന്തിക്കുമെന്ന പ്രതീക്ഷയുണ്ട് NDAക്ക്. കുടിവെള്ളക്ഷാമം അടക്കം ചുട്ടുപൊള്ളുന്ന പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. പഞ്ചായത്ത് വാർഡിൽ തൊട്ട് സ്ഥാനാർത്ഥിയെ നിയമസഭയിൽ പരീക്ഷിക്കുന്നുവെന്ന ഇടത്തിനെ പരിഹസിക്കുകയും ചെയ്യുന്നു BJP. പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവരുടെ ഉന്നതി എന്ന് പറയുന്ന അവർക്ക് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ സ്റ്റൈഫൻറ്റും ലംസംഗാനും ഒന്നും കൊടുക്കുന്നില്ല, വർഷങ്ങളായി കൊടുക്കുന്നില്ല. ഇതിനൊക്കെ മാറ്റമുണ്ടാകും. കൃത്യമായി അവരുടെ കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കും. അതൊരു പിന്നാക്കാവസ്ഥയിലുള്ള ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനം നടത്താൻ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലൂടെ കൊണ്ടുവരും. അത്തരത്തിൽ കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല. സംവരണ മണ്ഡലത്തിൽ ജനവിധി കേവലം രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം ഒതുങ്ങുന്നില്ല. ജാതിയും ഉപജാതിയുമെല്ലാം ജനസമ്മതിക്കുള്ള ഘടകങ്ങളായി തെളിഞ്ഞു വരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.